എഫ്.ഒ.സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പൺ ഹേമർ, എ ക്രിസ്റ്റഫർ നോളൻ മൂവി. അങ്ങനെ അവതാർ 2-ന് ശേഷം നമ്മളൊക്കെ തിയേറ്ററിനെ പറ്റിയിട്ട് ശരിക്കും അങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങിയല്ലേ. അവതാർ 2-ന്റെ സമയത്തായിരുന്നു നമ്മൾ എവിടെ പോയി കാണണമെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ആ ഒരു സമയം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഹേമർ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, സിനിമ ഇനി റിലീസ് ചെയ്യാനായിട്ട് അധികം സമയമില്ല. ജൂലൈ 21-നാണ് സിനിമ റിലീസ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ കാത്തിരുന്ന നമ്മുടെ ആ ഒരു കാത്തിരിപ്പിന് ഇനി വെറും ദിവസങ്ങൾ 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സിനിമ എവിടെ പോയി കാണും, അല്ലെങ്കിൽ ഏത് ഫോർമാറ്റ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലാണ് നമുക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടുന്നത്, അല്ലേ? ക്രിസ്റ്റഫർ നോളൻ ആയതുകൊണ്ട് ആ ഒരു ഡൗട്ടിന് നമുക്ക് പരമാവധി ഉത്തരം കിട്ടും. നമുക്ക് അതിനുള്ള സാഹചര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ അതിനൊരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഡൗട്ടിന് കുറച്ച് എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നേ. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. അതായത് നിങ്ങൾ ഈ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുകളാണ്. അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇങ്ങനെ വായിച്ച് വന്ന അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് അപ്പൊ ഈ പോസ്റ്റ് എഴുതിയ ആള് പറഞ്ഞ് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്ന് ഷൗട്ട് ഔട്ട് ചെയ്ത് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 2K പ്രൊജക്ടറിന്റെ, അതായത് 2K നമ്മുടെ ലാംബേസ് പ്രൊജക്ടർ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 4K ലേസർ പ്രൊജക്ടറിന്റെ അത്രയും തന്നെ ഉണ്ട്. ഈ രണ്ട് തിയേറ്ററുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ക്രിസ്റ്റഫർ നോളാ. അപ്പൊ അതാണ് ഗൈസ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ്, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സ്, ഈ രണ്ട് തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ട്രിവാൻഡ്രം ഐമാക്സ് റിലീസായ ഒരു സമയത്ത്, അതായത് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു സീരീസ് ആയിട്ട് തന്നെ കുറേ അധികം വീഡിയോസ് ഇങ്ങനെ തുരിതല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, അത് ഇങ്ങനെ നിരന്തരമായിട്ട് ചാനൽ ഫോളോ ചെയ്ത ആൾക്കാർക്ക് എന്തായാലും ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ ഈ ഒരു പ്രൊജക്ടറിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന കുറച്ച് സ്പെക്സ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മൊബൈൽ ഫോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ റാം നോക്കും, അതിന്റെ പ്രൊസസർ നോക്കും, ഏത് ചിപ്സെറ്റ് ആണെന്ന് നോക്കും, ക്യാമറ നോക്കും, അറിയാലോ, എക്സെട്ര കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടറിന്റെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ശ്രദ്ധിച്ചു നോക്കേണ്ട കുറച്ച് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ സ്പെക്ക് ഇവർക്ക് ഏത് രീതിയിലാണ്, അതായത് ഈ ഒരു കമ്പനി ഏത് രീതിയിലാണ്, ഏത് മെത്തേഡിലൂടെയാണ് ഈ ഒരു വാല്യൂ അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു കാര്യമാണ് ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ. അറിയാലോ, നിങ്ങൾക്ക് ഓൺ ഓർ ഓഫ് മെത്തേഡൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മയുണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഐമാക്സ് എഫ്.ഒ.സി ഐമാക്സ് ഫാമിലി ഓൺ കാരണം അങ്ങനെ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പം കുറേ വീഡിയോകൾ വരും, അപ്പോൾ അതിങ്ങനെ കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് 3D സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റിയൽ D3D, അതുപോലെ തന്നെ ട്രിപ്പിൾ ബീം 3D, അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ അതിനകത്തോടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നത്, അറിയാലോ. ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഫാൻസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ഇൻഫർമേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുമാത്രം കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് ആണ് ഈ ഒരു 4K RGB ലേസർ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ നിങ്ങൾക്ക് അറിയാലോ, ബാർക്കോ SP 4K55 എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി രേവതി സിനിമാക്സ് ഉപയോഗിക്കുന്ന ക്രിസ്റ്റിയുടെ RGB 4K ലേസർ പ്രൊജക്ടറാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊജക്ടറുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ കേരളത്തിലേത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വളരെ മെച്ചപ്പെട്ട പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലൂമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അവർ അത്രയും ലൂമൻസ് ഒന്നും അവർ ആ ഒരു തിയേറ്റർ ഉപയോഗിക്കത്തില്ല. ഇപ്പം രണ്ട് തിയേറ്ററുകളുടെ സ്ക്രീനുകളുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ടറിന്റെ ആവശ്യം പോലും ഇല്ല. കാര്യം അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. അതൊരു സിംഗിൾ 4K RGB ലേസർ പ്രൊജക്ടറിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും കേപ്പബിൾ ആണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ഒരു 2K പ്രൊജക്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അതൊരു ലാംബ് ബേസ്ഡ് പ്രൊജക്ടറായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾ ആലോചിക്കണേ. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിന്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയത്. ആ ഒരു ബോധവൽക്കരണത്തിനകത്ത് തന്നെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പം കണ്ണും പൂട്ടി വിശ്വസിക്കാതെ നിങ്ങൾ മാക്സിമം ഇൻഫർമേഷൻസ് ഇങ്ങനെ തപ്പിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 2K ലാംബ് ബേസ്ഡ് പ്രൊജക്ടറും അതുപോലെ തന്നെ 4K RGB ലേസർ പ്രൊജക്ടറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് സ്പെക്കിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ വ്യത്യാസമുണ്ട്. ഒരു RGB ലേസർ പ്രൊജക്ടറിന്റെ വില ഇപ്പം ഏരിയസിൽ ഇരിക്കുന്ന, അതുപോലെ രേവതി ഇരിക്കുന്ന ലേസർ പ്രൊജക്ടറിന്റെ വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
1 കോടിക്ക് മുകളിലാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അത് നമ്മൾ ആലോചിക്കണേ, ഒരു തിയേറ്ററിൽ ഒരു പ്രൊജക്ടറിന്റെ പ്രൈസാണ് 1 കോടിക്ക് മുകളിൽ. അപ്പൊ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ആ ഒരു പ്രൊജക്ടർ അവരുടെ തിയേറ്ററിൽ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്രൈറ്റ്നസ് കിട്ടുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് അവരുടെ ഓഡിയൻസിന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അതിനെ നമ്മൾ 2K പ്രൊജക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നശിപ്പിക്കരുത്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ആസ്പെക്ട് റേഷ്യോ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് നമ്മുടെ ഐമാക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പൊടി തട്ടി എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാം. അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ ഐമാക്സ് കമ്പനിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1967 സെപ്റ്റംബറിലാണ് നമ്മുടെ ഐമാക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിച്ചത്. 4 പേരാണ് ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഐമാക്സ് തിയേറ്ററുകളെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു വലിയ സ്ക്രീൻ തന്നെയാണ്. അതായത് പൊക്കം കൂടിയ വലിയ സ്ക്രീനാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സ്ക്രീനാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഐമാക്സ് സ്ക്രീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന തിയേറ്റർ സ്ക്രീനിന്റെ അവസ്ഥ അറിയാലോ, നീളം കൂടിയ സ്ക്രീനാണ്, പക്ഷേ പൊക്കം കുറവായിരിക്കും. അപ്പം നമ്മൾ ആസ്പെക്ട് റേഷ്യോ പറയുകയാണെങ്കിൽ 2.35:1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു നോർമൽ സ്ക്രീനാണ് നമ്മൾ സ്ഥിരമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഐമാക്സ് സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ 1.43:1, അതുപോലെ തന്നെ 1.89, അതായത് നമ്മൾ 1.9:1 എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഈ ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ 1.43:1 എന്ന് പറയുമ്പോൾ 1.43 ടൈംസ് വിഡ്ത് വെൻ കമ്പയർഡ് ടു ഹൈറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നും കൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, വിഡ്ത് ടു ഹൈറ്റ് റേഷ്യോ അത്രയേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2:1 ആസ്പെക്ട് റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ അല്ല, ഒരു റേഷ്യോ 2:1 എന്ന് പറഞ്ഞൊരു റേഷ്യോ. അപ്പോൾ ഇവിടെ 20 മീറ്റർ ഹൈറ്റ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ട് നോക്കുവാണെങ്കിൽ എത്രയാണ്? 10 മീറ്റർ. 2:1 ആകുമ്പം ഇവിടെ 20, പുറത്ത് 10. ആ ഒരു ഇതാണ്. അപ്പം 1.43:1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ 1ന്റെ സ്ഥാനത്ത് ഒരു വാല്യൂ ഇടുവാണെങ്കിൽ അതിന്റെ 1.43 ടൈംസ് വിട്ടായിരിക്കും വരുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ അതിനകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പല ആൾക്കാരും നിങ്ങൾ പല രീതിയിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഇതാണ് സംഭവം, വിഡ്ത് ടു ഹൈറ്റ് റേഷ്യോ. ഇനിയും കുറച്ചും കൂടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുമല്ലോ. സപ്പോസ് ഒരു ഉദാഹരണം ഉദാഹരണമാണ് 1:2:4. നമ്മൾ കോൺക്രീറ്റ് കുഴയ്ക്കാൻ 1:2:4 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 1 ചട്ടി സിമെന്റ്, 2 ചട്ടി മണല്, 4 ചട്ടി അഗ്രിഗേറ്റ്, നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ. അതാണ് സംഭവം. അതായത് ആ ഒരു നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റേഷ്യോയിൽ പറയുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനത്തെ ഈ റേഷ്യോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കൃത്യമായിട്ട് കിട്ടും. അതിനുവേണ്ടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്രയും ടൈംസ് വിഡ്ത് വെൻ കമ്പയർഡ് ടു ഹൈറ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പോഴേ നമ്മൾ ഈ ഒരു 2.35:1 നമ്മൾ സാധാരണ സിനിമ കാണുന്ന ആ ഒരു സിനിമാസ്കോപ്പ് എന്ന് പറയുമല്ലോ, ആ ഒരു ആസ്പെക്ട് റേഷ്യോ നോക്കുവാണെങ്കിൽ ഇപ്പം ഇത്രയും പൊക്കമാന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് 1.9:1 എന്ന് പറഞ്ഞാൽ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പൊക്കം എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ കൂടും. ഓക്കെ, പിന്നെ 1.43:1 എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് അത്രയും ആ ഒരു വിട്ട് എന്ന് പറയുമ്പോഴേക്കും അത്രയും വൈഡർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് 1.43:1 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 1.9 എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിന്റെ സ്ക്രീനിന്റെ ഒരു വലിപ്പമൊക്കെ നമുക്കറിയാം. അത്രയും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇനഫ് തന്നെയാണ്. പക്ഷേ കമ്പയർഡ് ടു 1.43 വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇമേജ് ഒന്ന് ക്രോപ്പ് ആയി പോകും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. യെസ്, ബാക്ക് ടു നമുക്ക് ഐമാക്സ് കമ്പനിയിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞല്ലോ 1967 നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിഞ്ഞ് നമ്മുടെ 1970കളുടെ തുടക്കമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ പ്രൊജക്ഷൻ സ്റ്റാൻഡേർഡ് അവർ ഫോം ചെയ്തു. ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഐമാക്സ് GT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐമാക്സ് GTയുടെ കാര്യം നോക്കുന്ന സമയത്ത് അവിടെ ഫിലിം പ്രൊജക്ഷനാണ് ഉപയോഗിച്ചത്. അപ്പം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ 35mm ഫിലിം നമുക്കറിയാലോ, നമ്മുടെ സാധാരണ ഫിലിം ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഉപയോഗിച്ചത് 70mm ഫിലിമാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 70mm എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല സൈസുള്ള ഫിലിമാണ്. ഒരു ഫിലിമിന്റെ ഒരു ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിന് മുകളിലായിട്ട് 15 പെർഫറേഷൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു സുഷിരം എന്ന് പറയാലോ ഈ ഫിലിമിന് മുകളിലായിട്ടുള്ള, അത് 15 ആണ്. അപ്പോൾ ഈ ഒരു വലിയ ഇമേജിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഇമേജിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. പറയുവാണെങ്കിൽ നമുക്കൊരു 12K റെസൊല്യൂഷനിലൊക്കെ നമുക്ക് ഇമേജ് കിട്ടുമായിരുന്നു. അത്രയും ഹൈ ക്വാളിറ്റി വിഷ്വൽസ് ആണ് നമുക്ക് ഈ ഒരു ഐമാക്സ് GT നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 70mm ഫിലിമാണ്, അതുപോലെ തന്നെ 15 പെർഫറേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 70/15 ഫോർമാറ്റ് എന്നാണ് ഇതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കേട്ട് കേൾവിയുള്ള ഒരു പദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ട്രൂ ഐമാക്സ്. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിലിം പ്രൊജക്ഷനെയാണ് നമ്മൾ ട്രൂ ഐമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിച്ച പ്രൊജക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാൻഡ് തിയേറ്റർ, അതുപോലെ തന്നെ GT 3D ഡുവൽ റോട്ടർ പ്രൊജക്ടേഴ്സ്. ഈ പ്രൊജക്ടേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഫിലിമിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല. സാധാരണ നമ്മൾ ഫിലിം പ്രൊജക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ചിലവ് കൂടുതലാണ് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐമാക്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവർ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇത്രയും ചിലവുള്ളത് കൊണ്ട് തന്നെ അവർ ചിലവൊന്ന് ചുരുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ 1998 ഇവർ ഐമാക്സ് SR എന്ന് പറഞ്ഞൊരു പ്രൊജക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. SR എന്ന് പറഞ്ഞ സ്മാൾ ഡോട്ടർ. അതുപോലെ തന്നെ 2004 MPX പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു പ്രൊജക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ നമ്മുടെ ട്രൂ ഐമാക്സോട്ട് കമ്പയർ ചെയ്യുമല്ലോ, നമ്മുടെ GT പ്രൊജക്ടേഴ്സുമായിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ക്വാളിറ്റി ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ ആ പരിപാടിയൊക്കെ ഐമാക്സ് അങ്ങനെ നിർത്തി. അങ്ങനെ കാലം മുമ്പോട്ട് പോയി. 2008 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ഐമാക്സിന്റെ ഒക്കെ അവസ്ഥ അറിയില്ല. അതായത് നമ്മുടെ ഐമാക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ സംഭവം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഡുവൽ 2K സെനോൺ ആർക്കില പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഐമാക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഫോർമാറ്റ് അവർ കൊണ്ടുവന്നു. പക്ഷേ ആസ്പെക്ട് റേഷ്യോ നോക്കുന്ന സമയത്ത് ഇവിടെ 1.43:1 അല്ല 1.9:1 എന്ന് പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള മിക്ക തിയേറ്ററുകളും ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളും വരുന്നത് ഈ ഒരു ഡുവൽ 2K സെനോൺ പ്രൊജക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 1.9:1 തന്നെയാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു സാധനം കൊണ്ടുവന്നപ്പോഴും ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ട്രൂ ഐമാക്സ് ആയിട്ടാണ്. അത് എവിടെ കിടക്കുന്നത് 12K അല്ലേ. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2K പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 7 അതിനകത്ത് അടുക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആൾക്കാർ ഇതിനെ എന്ത് വിളിച്ചെന്നറിയോ, ലൈമാക്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ലൈമാക്സ് എന്ന് പേര് വന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് ഉൾപ്പെടെ ഇന്ത്യയിലുള്ള മിക്ക ഐമാക്സിനെ നമ്മൾ ലൈമാക്സിനെ വിളിക്കേണ്ടി വരും കേട്ടോ. കാര്യം ഈ ഒരു പ്രൊജക്ടർ സിസ്റ്റമാണ് ഈ ബാക്കി എല്ലാ തിയേറ്ററുകളും ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ 2 പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ റെസൊല്യൂഷൻ ഇമേജിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി യൂസ് ചെയ്തുകൊണ്ട്, അതായത് റെസൊല്യൂഷൻ കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് ഇവർ 2 പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇത് 3D സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ 3D എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഒരു ഇമേജ് ലെഫ്റ്റ്, ഒരു ഇമേജ് റൈറ്റ്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് 3D കാര്യത്തിൽ. 2D ആണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഇവർ റെസൊല്യൂഷൻ കൂട്ടുക, അങ്ങനെ പരിപാടിയാണ് ഈ ഒരു ഡുവൽ 2K പ്രൊജക്ടർ ഇവർ ചെയ്ത പരിപാടി. അങ്ങനെ വർഷങ്ങൾ വീണ്ടും പിന്നെയും പോയി 2008 2014 ആയപ്പോഴത്തേക്കും അവർ ഐമാക്സ് വിത്ത് ലേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊരു ഗംഭീര അപ്ഡേഷൻ തന്നെയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൂ ഐമാക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. കാര്യം ഇവിടെ ഉപയോഗിച്ചത് 4K ലേസർ പ്രൊജക്ഷൻ ആണ്. അതും ഒന്നല്ല 2 4K ലേസർ പ്രൊജക്ഷൻ ആണ് ഒരേ സമയം ഇവർ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ട്രൂ ഐമാക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് ഗംഭീരമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനേക്കാളും കോമ്പീറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ് നമുക്ക് ഈ ഒരു 4K ഡുവൽ ലേസർ പ്രൊജക്ഷനിൽ കിട്ടുന്നത്. പിന്നെ ആസ്പെക്ട് റേഷ്യോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1.43:1 അതുപോലെ തന്നെ 1.9:1 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് നമ്മുടെ 4K ഡുവൽ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിച്ചിരുന്നത് ഐമാക്സ് GT ലേസർ എന്നാണ്. അങ്ങനെ 2014 കഴിഞ്ഞ് 2018 ആയപ്പോഴത്തേക്കും എന്താണ് കമ്പനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 2K ഡുവൽ ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ദ പോയിന്റ്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ലേസർ സിസ്റ്റമാണ് ഐമാക്സ് സിംഗിൾ ലേസർ. അതായത് ഒരു സിംഗിൾ 4K സിംഗിൾ ലേസർ പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം മറ്റേത് നമ്മുടെ ഡുവൽ ലേസർ ആയിരുന്നല്ലോ, അപ്പോൾ അതിനെ ഐമാക്സ് GT ലേസർ എന്നാണ് വിളിക്കുന്നത്. ഇതിന് വിളിക്കുന്നത് ഐമാക്സ് ലേസർ ഡോം എന്നാണ് കേട്ടോ. ഇവിടെ സിംഗിൾ പ്രൊജക്ടർ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഐമാക്സിന്റെ 4 തരം പ്രൊജക്ഷനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂ ഐമാക്സ് അറിയാലോ, ഫിലിം പ്രൊജക്ഷൻ. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡുവൽ 2K പ്രൊജക്ഷൻ. അതുപോലെ തന്നെ 3 പറഞ്ഞാൽ ഡുവൽ 4K ലേസർ പ്രൊജക്ഷൻ. പിന്നെ 4 പറഞ്ഞു കഴിഞ്ഞാൽ 4K സിംഗിൾ ലേസർ പ്രൊജക്ഷൻ. ഓക്കെ, ഈ 4 നമ്മൾ പറഞ്ഞത്. യെസ്, അപ്പോൾ നമുക്കിനി ഓപ്പൺ ഹൈമറിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഇനി ഇതിനകത്ത് ഏതാണ് നമ്മൾ ഓപ്പൺ ഹൈമർ കാണാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് അതിൻ്റെ ഡയറക്ടറിന്റെ പേര് തന്നെയാണ്, അറിയാലോ, നോളൻ അണ്ണന്റെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അറിയാലോ ഐമാക്സ് ക്യാമറകളെ ഇത്രയധികം സ്നേഹിച്ചൊരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. യെസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറ, ഏത് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അല്ല, ഏത് പ്രൊജക്ഷൻ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? യെസ്, അത് തന്നെ നമ്മുടെ ട്രൂ ഐമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ 70mm ഐമാക്സിൽ തന്നെ നമ്മൾ സിനിമ കാണണം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 70mm പ്രൊജക്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതായത് 70mm പ്രൊജക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ 1.43:1 എന്ന് പറഞ്ഞ ആ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, ഈ കോമ്പിനേഷനുള്ള ഒരു എന്താ പറയുക, ഒരു തിയേറ്റർ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. US, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ എക്സെട്ര ഒരു 2-3 രാജ്യങ്ങളുണ്ട്. ഇത്രയും രാജ്യങ്ങളിലായിട്ട് ഒരു 30 തിയേറ്റർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി രാജ്യങ്ങൾ എന്താണ് ഈ ഒരു പ്രൊജക്ഷൻ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊണ്ടുവന്നാൽ അതൊരു മണ്ടത്തരമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഇത് ഡിജിറ്റൽ യുഗമാണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഈ ഒരു അനലോഗ് സിസ്റ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഓപ്പറേറ്റർ സഹിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ അടക്കം നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്.
എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്, അതും വളരെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റുള്ള സാധനമാണ്, നമുക്ക് ഇങ്ങനെ ചുവന്നുകൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. അതിൽ പ്രത്യേക ഒരു എന്താ പറയുക ഒരു മൂവ്മെന്റ് ഒരു ട്രേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിലിം ഫിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ എന്താ പറയുക ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം പൊട്ടിപ്പോകും. അപ്പോൾ അത് പൊട്ടിപ്പോകുന്ന പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നല്ല, ശ്രദ്ധയോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ വല്ല പൊട്ടലോ ചീറ്റിലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്, അറിയാലോ. ഇത്രയും ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ആരെങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇതുപോലുള്ള സിനിമകളുണ്ടല്ലോ, ഇങ്ങനെ ഈ ഫിലിം പ്രൊജക്ഷനിൽ വരുന്ന സിനിമകൾ, ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷത്തിൽ വരത്തില്ല, 2 വർഷമോ 3 വർഷമോ ഒക്കെ കൂടുമ്പോഴായിരിക്കും ഒരു സിനിമ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു തിയേറ്റർ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ മണ്ടത്തരം തന്നെയാണ്. ആ തിയേറ്റേഴ്സൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോകുന്നുള്ള കാര്യം അറിയത്തില്ല. ചിലപ്പോൾ ഈ സിനിമകൾ കൊണ്ട് തന്നെ അവർക്ക് എല്ലാ ചിലവുകളും നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ സ്ക്രീനിൽ മറ്റ് ഇതൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇത് ഇങ്ങനൊരു തിയേറ്റർ ഉണ്ടാകും, ഈ 70mm തിയേറ്ററിൽ നമുക്ക് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 12K റെസൊല്യൂഷനിൽ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു തിയേറ്റർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഫിലിമിലൊന്നും ആരും ഇപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. ക്രിസ്റ്റഫർ നോളനൊക്കെ പോലെ വളരെ കുറച്ച് ഡയറക്ടേഴ്സ് മാത്രമാണ് ഇതുപോലൊക്കെ സിനിമകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐമാക്സ് വിത്ത് ലേസർ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എവിടേക്കാണ് ലേസർ പ്രൊജക്ഷൻ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് മുംബൈയിലുണ്ട്, പിന്നെ നമുക്ക് ഡൽഹിയിലുണ്ട്. അപ്പോൾ മുംബൈ ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഐമാക്സ് വിത്ത് ലേസർ പ്രൊജക്ഷനിൽ തന്നെ ഈ ഒരു സിനിമ കാണുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നേരത്തെ പറഞ്ഞല്ലോ US UK യിലൊക്കെ 70mm പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ അവിടെ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫിലിം പ്രൊജക്ഷൻ 70mm ഫിലിം പ്രൊജക്ഷൻ തിയേറ്ററിൽ തന്നെ കാണുക, മിസ് ചെയ്യരുത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ലേസർ പ്രൊജക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഈ സിറ്റികളിലെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉള്ള ആൾക്കാർ ലേസർ പ്രൊജക്ഷൻ തന്നെ കാണുക. പിന്നെ ഉള്ളത് നമ്മുടെ കോയമ്പത്തൂരാണ്. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് കിടക്കുന്ന കോയമ്പത്തൂരാണ്. ഐമാക്സിന്റെ കാര്യം നോക്കുമ്പോൾ ലേസർ പ്രൊജക്ഷൻ ആണ്, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലേസർ പ്രൊജക്ഷൻ വരുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ ഇനി കോയമ്പത്തൂർ ഐമാക്സ് തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഐമാക്സ് വിത്ത് ലേസർ XT ആണ്. അപ്പോൾ ഇതിന്റെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഈ ഒരു ലേസർ XT എന്ന് പറയുന്നത് നമ്മുടെ ബാർകോഡ് SP4K 40B എന്ന് പറഞ്ഞ പ്രൊജക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ലേസർ XT പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊജക്ടറിന്റെ സ്പെക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 40,000 എബോ ലൂമിനൻസ് വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലേസർ RGB ലേസർ പ്രൊജക്ടർ തന്നെയാണ് നമ്മുടെ ബാർക്കോയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്ഷൻ തന്നെ നമുക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടും. പിന്നെ ടിക്കറ്റ് ചാർജ് വളരെയധികം എടുത്തു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് നോക്കുന്ന സമയത്ത് വെറും 590 രൂപയ്ക്കാണ് ഐമാക്സ് ലേസറിന് അവർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ്. സോ കോയമ്പത്തൂർ ഐമാക്സിൽ പോയി കാണാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അവിടെ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെ ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡുവൽ 2K പ്രൊജക്ഷൻ ആണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ തിയേറ്ററുണ്ടല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ മുംബൈ, ഡൽഹി, കോയമ്പത്തൂർ, ഈ തിയേറ്ററുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ തിയേറ്ററുകളിലും വരുന്നത് ഈ ഒരു ഡുവൽ 2K പ്രൊജക്ഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ ഐമാക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഈ തിയേറ്ററുകൾക്കൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഈ ഒരു ഡുവൽ 2K പ്രൊജക്ഷൻ വരുന്ന 3 തിയേറ്ററുകളെ കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ് സിനിമാസ് ലക്സ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള തിയേറ്ററാണ്. അപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറച്ച് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വാ. The world's most immersive movie experience, powered by a combination of the most advanced technology, will take you from the edge of your seat to the edge of reality. Enjoy. അപ്പോൾ നമ്മൾ അന്ന് അവിടെ കണ്ട സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രൊജക്ഷൻ്റെയും സൗണ്ടിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പ്രൊജക്ഷൻ തന്നെ ആയിരുന്നു, സൗണ്ട് ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിലെ PVR സൂപ്പർപ്ലക്സിനകത്തെ ഐമാക്സ് തിയേറ്റർ. അപ്പോൾ അവിടെ നമ്മൾ 2 സിനിമ കണ്ടിട്ടുണ്ട്, അതിൻ്റെ 2നെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ അവതാർ 2 തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ വിഷ്വൽസ് ഞാൻ കുറച്ച് ആഡ് ചെയ്തേക്കാം, നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ ഈ ട്രിവാൻഡ്രം ഐമാക്സിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ അവിടെ ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവതാർ 2 ആയിരുന്നു. അപ്പോൾ പ്രൊജക്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാര്യം
നമുക്ക് ഒട്ടും ഒരു തൃപ്തികരമല്ലാത്തൊരു പ്രൊജക്ഷനാണ് നമുക്ക് അന്ന് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല പൈസയാണ് അവന്മാർ മേടിച്ചത്, അറിയാലോ. നല്ല ഹൈ റേറ്റ് ആണ് PVR നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ആ ഒരു പ്രൈസിന് ശരിക്കും പറഞ്ഞ പ്രൊജക്ഷൻ ഭയങ്കര എന്താ പറയുക, ഒട്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടും എന്താ പറയുക, ഒരു തരക്കേടില്ല, ഡീസന്റ് ഒരു എന്ന് പറയാം. എങ്കിലും നമുക്ക് ഓവറോൾ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് ഒട്ടും വರ್ತല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയത്. പക്ഷേ രണ്ടാം തവണ നമ്മൾ കണ്ടത്, നമ്മൾ പഠാൻ, നമ്മൾ ഷാരൂഖ് ഖാന്റെ പഠാൻ മൂവിയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആദ്യം കണ്ടത് വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ തവണ പ്രൊജക്ഷൻ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസ് എൻ്റെ മോനെ വേറെ ലെവലാണ്. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഏകദേശം ഒരു 100 തിയേറ്ററിന് മുകളിൽ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഈ ഒരു ബേസിന്റെ ഫീഡ്ബാക്ക് ഏറ്റവും ഗംഭീരമായിട്ട് കിട്ടിയ ഒരു തിയേറ്ററാണ് നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ഓപ്പൺ ഹേമർ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബേസിന്റെ കാര്യത്തിൽ ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും. സൗണ്ട് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷേ പ്രൊജക്ഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഒന്നും അവിടെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. സൗണ്ട് ബേസ് ഗംഭീരമാണ് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ 2K ഡുവൽ പ്രൊജക്ടർ ഉപയോഗിച്ച തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയിലാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നവി മുംബൈയിലെ സീവുഡ്സ് മാളിലെ സിനിപോളിസിന്റെ ഐമാക്സ് തിയേറ്റർ. ഇപ്പൊ ഞാൻ ഈ മുമ്പ് പറഞ്ഞ 2 തിയേറ്ററുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗംഭീര എക്സ്പീരിയൻസ് കിട്ടിയത് നമുക്ക് ഈ ഒരു തിയേറ്ററിൽ നിന്നാണ് കേട്ടോ. നമ്മൾ അവിടെ 2 സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിഷ്വൽസ് കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് ആ തിയേറ്ററിന്റെ അകത്തൊരു വ്യൂ എന്താണെന്നുള്ള കാര്യം. അപ്പൊ അവിടെ നമ്മൾ 2 സിനിമയാണ് കണ്ടത്. ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ ജോൺ വിക്ക് ചാപ്റ്റർ 4. പ്രൊജക്ഷന്റെ കാര്യം പറയുവാണെങ്കിലും അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം പറയുവാണെങ്കിലും നമ്മൾ മുമ്പ് കണ്ട 2 തിയേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഐമാക്സ് തിയേറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് ഗംഭീരമാണ് കേട്ടോ. പ്രൊജക്ഷൻ ഗംഭീരമായിരുന്നു. നല്ല കളർഫുൾ പ്രൊജക്ഷനാണ് സിനിപോളിസ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാഴ്ചവെച്ചത് കേട്ടോ. സിനിപോളിസ് ആ കാര്യത്തിൽ വേറെ ലെവലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം പറയുവാണെങ്കിലേ, നമ്മൾ ഇത്രയും വീഡിയോ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയധികം ബേസിന്റെ കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. അത്രയും ഗംഭീര ബേസ്, ഞാൻ ട്രിവാൻഡ്രം ഐമാക്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനേക്കാളും എത്രയോ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ സൗണ്ടിന്റെ ഔട്ട്പുട്ട് കിട്ടിയത് കേട്ടോ. വേറെ ലെവലായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ PS2 ആണ്. PS2ന്റെ കാര്യം അറിയാമല്ലോ, ദൃശ്യ വിസ്മയമാണ്. കാര്യം അത്രയും ഗംഭീര ഭയങ്കര റിച്ച് ആയിട്ടുള്ള സീൻസ് ആയിരുന്നു മൊത്തം നമ്മൾ കണ്ടത്. അപ്പോൾ അത് നമുക്ക് അത്രയും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു വിഷ്വലി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ സിനിപോളിസിന്റെ നമ്മുടെ ഐമാക്സ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഗംഭീരമായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രെയിൻസ് ഒക്കെ കണ്ടിട്ട് പിക്സലേഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം 2K പ്രൊജക്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റ് 2 ഐമാക്സ് തിയേറ്ററിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഐമാക്സ് തിയേറ്റർ അടിപൊളിയായിരുന്നു കേട്ടോ, വേറെ ലെവലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2K പ്രൊജക്ഷൻ ഉള്ള നമ്മുടെ ഐമാക്സ് തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ എവിടെങ്കിലും ഒക്കെ പോയിട്ട് സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, എൻ്റെ ബഡ്ജറ്റ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഐമാക്സ് തിയേറ്റർ തന്നെ കാണത്തോളം നിങ്ങൾ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 2K ആണെങ്കിലോ 4K ആണെങ്കിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ പോവുക, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ 2K പ്രൊജക്ടറിൽ, അതായത് 2K പ്രൊജക്ഷനുള്ള നമ്മുടെ ഈ ലൈമാക്സ് എന്ന് പറയാമല്ലോ, അവിടെ ഐമാക്സ് 2Dക്ക് 3D ആണെങ്കിൽ പിന്നെയും പൊട്ടെന്ന് വയ്ക്കാം. 2Dക്ക് ഒരു 500 രൂപയ്ക്ക് മുകളിൽ കൊടുക്കരുത്. 400, 450, 500 എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ആണ്.
അതിന് മുകളിലേക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിന് മുകളിലോട്ടൊക്കെ ഐമാക്സ് 2D വർത്ത് അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400 എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വളരെ കൂടുതലാണ്. പിന്നെ ഒന്ന് ചവിട്ടിപ്പിടിച്ച് 500 വരെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. അതിന് മുകളിലോട്ടൊന്നും കൊടുക്കാൻ നിൽക്കരുത്. കാര്യം 2Dക്ക് അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ആസ്പെക്ട് റേഷ്യോന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, നമുക്ക് 1.9:1 എന്ന് പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾ 4K ലേസറിൽ പോയി കണ്ടു കഴിഞ്ഞാലും അതുപോലെ തന്നെ സിംഗിൾ പ്രൊജക്ടറിന്റെ കാര്യമാണ് പറഞ്ഞത്. ലേസറിൽ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഡുവൽ 2Kയിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടും 1.9:1 എന്ന് പറഞ്ഞ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു പ്രൊജക്ഷന്റെ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ 4K ലേസർ എവിടെ അവൈലബിൾ ആണോ അവിടെ തന്നെ പോയി കാണുക. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് നോക്കുക. ഇനി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെറൈറ്റി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 4DX ആണ്. 4DX എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിന്റെ സൈസിന്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാം. നമ്മൾ ഐമാക്സിൽ കാണുന്ന പോലെ എന്താ പറയുക, വലിയ വിസ്മയിപ്പിക്കുന്ന സ്ക്രീൻ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ സാധാരണ നോർമൽ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കാണുന്ന അതേ ഒരു സ്ക്രീനിന്റെ വലിപ്പം തന്നെയാണ്. വലിയ സംഭവം തന്നെ കേട്ടോ. സ്ക്രീനിന്റെ ഒരു വലിപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സൈസ് തന്നെയാണ്. പിന്നെ എന്താണ് 4DX തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും ടിക്കറ്റ് പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീനകത്ത് എന്ത് സീനാണ് നടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തിയേറ്ററിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ തിയേറ്റർ സ്ക്രീനകത്ത് മൂവ് ചെയ്യുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്യും. അതുപോലെ തന്നെ സീറ്റിൽ നിന്ന് വൈബ്രേഷൻ കിട്ടും. വൈബ്രേഷൻ വരുന്ന സീനൊക്കെ ആണെങ്കിൽ വൈബ്രേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്ക്രീനിൽ മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് മഴയും നമ്മുടെ സീറ്റിന്റെ പുറകെ ഇങ്ങനെ നമ്മുടെ തൊട്ടുമ്പിരിക്കുന്ന സീറ്റിന്റെ പുറകെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കും. വലിയ രീതിയിലൊന്നും ഇല്ല, സ്പ്രിങ്കിൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പുക വരും. പിന്നെ അതുപോലെ തന്നെ മണം വരും. പിന്നെ അങ്ങനത്തെ ഇടി മിന്നൽ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പേഴ്സണലി എനിക്ക് 4DX എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ അവിടെ ഇവിടെ ആവശ്യമില്ലാത്ത ഈ മൂവ്മെന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4DX ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്ക് 2 4DX തിയേറ്റർ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ കൊച്ചി ആദ്യത്തെ 4DX തിയേറ്റർ, രണ്ടാമത്തെ നമ്മുടെ ട്രിവാൻഡ്രം 4DX തിയേറ്റർ. അപ്പോൾ ഈ 2 തിയേറ്ററുകളിലും പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ 2 തിയേറ്ററുകളിലും പോയി സിനിമ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് തന്നെയായിരുന്നു. എനിക്കൊന്ന് സ്മെല്ലൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കിട്ടിയത് നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് അല്ലല്ലോ 4DX എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു കുറച്ച് ബെറ്റർ ആയിട്ടുള്ള. അപ്പോൾ അതിന്റെ വിഷ്വൽസ് കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഇതിന്റെ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയായിട്ട് നമുക്ക് 4DXന്റെ ബുക്കിംഗ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഓപ്പൺ ആക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 4DX എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ സ്ക്രീൻ സൈസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു എഫക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് മറ്റേ ന്യൂക്ലിയർ ബോംബിന്റെ എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മിക്കവാറും സീറ്റൊക്കെ പറന്നു പോയില്ലെങ്കിൽ ഭാഗ്യമേ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തത്. പിന്നെ ടിക്കറ്റ് റേറ്റ് ഇതിനകത്ത് കുറച്ച് കൂടുതലായിരിക്കും താരതമ്യേന. നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിന്റെ അത്രയും ട്രിവാൻഡ്രത്തെ അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് ബുക്കിംഗ് ഓപ്പൺ ആട്ടോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്തായാലും 4DX താല്പര്യമുള്ള ആൾക്കാർ 4DX വേണമെങ്കിൽ താല്പര്യം ട്രൈ നോക്കിയോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിന് ആവശ്യമില്ലാത്ത ഈ മൂവ്മെന്റ് ഉണ്ട്, അത് മാത്രമാണ് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യം. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇനി അടുത്ത ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ച ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അത് ScreenX ആണ്. പക്ഷേ ScreenXന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. ഇവിടെ മുംബൈയിലുണ്ട്. പിന്നെ സെലക്ട് ആയിട്ടുള്ള കുറച്ച് സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുംബൈയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ScreenX എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ നോക്കിയോ. ഭയങ്കര രസമുള്ളൊരു പരിപാടി തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ അതിനു മുമ്പ് ഞാൻ ഇതിന്റെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. എന്താണ് ScreenX എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. ScreenXന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലാഷ് എന്ന് പറഞ്ഞ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് പോയത് കേട്ടോ. ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സൗണ്ട് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും. വിഷ്വലിന്റെ കാര്യം എടുത്തു പറയണം. പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഫുള്ള് ആ ഒരു ഭിത്തി മുഴുവൻ സ്ക്രീൻ ഉണ്ട്. ഈ ഒരു ഭിത്തി മുഴുവൻ സ്ക്രീൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ScreenX മലയാളം എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു വീഡിയോ വരും. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ ഫ്ലാഷ് സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, ഫ്ലാഷ് ഇങ്ങനെ
ഓടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ആ VFX ആ ഈ ഒരു 2 സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഫീലാണ്. ഞങ്ങളൊരു സെൻട്രലായിട്ടാണ് ഇരുന്നത്. അപ്പം നമുക്ക് അത്രയും ഒരു ഇമ്മേഴ്സീവ് ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടി. പിന്നെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പം സ്ക്രീനെക്സ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്തു. ആ മറ്റേ ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടുന്ന സമയത്ത് ഈ സൈഡിൽ കൂടെ ഒക്കെ തീയും പുകയൊക്കെ വരും കേട്ടോ. അപ്പം പിന്നെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ആക്ഷൻ സീക്വൻസിന് മാത്രമേ ഈ സൈഡിലത്തെ സ്ക്രീൻ വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. ഈ അല്ലാതെ നോർമലി സംസാരിക്കുന്ന സ്ക്രീൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ഫ്രണ്ടിലത്തെ സ്ക്രീൻ ഉണ്ടല്ലോ അത് മാത്രമേ കാണത്തുള്ളൂ. സൈഡ് സ്ക്രീൻ വർക്ക് ചെയ്യത്തില്ല, ഒൺലി ആക്ഷൻ സീൻസ് മാത്രം. അപ്പം ഈ സിനിമയുടെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ബയോപിക് മൂവി ആണല്ലോ, അപ്പം എന്തുമാത്രം വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷെ ഇതൊരു രസമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർ ഈ സ്ക്രീനെക്സ് ഉള്ള സ്ഥലത്തൊക്കെ കയറി അല്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കിക്കോ. പിന്നെ സ്ക്രീനെക്സിന്റെ ബുക്കിംഗ് ഇതുവരെയായിട്ടും ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം ഏകദേശം നമ്മൾ ഇപ്പം ഐമാക്സ് പറഞ്ഞു, 4DX പറഞ്ഞു, സ്ക്രീനെക്സ് പറഞ്ഞു, പിന്നെ കുറേ അധികം ബിഗ് സ്ക്രീൻ ഫോർമാറ്റുകളുണ്ട്. എന്നാലും ഈ മൂന്നിനകത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐമാക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തായാലും 70mm ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 1.43:1 എന്ന് പറഞ്ഞ ആ ഒരു വലിയ ലാർജർ ഇമേജ് പരിപാടി നമുക്കിവിടെ കിട്ടത്തില്ല. നമുക്ക് പിന്നെ ലേസർ പ്രൊജക്ഷൻ സിംഗിൾ ലേസർ ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ കോയമ്പത്തൂർ ഐമാക്സ് ഉണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4DX ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 4DX ട്രൈ ചെയ്ത് നോക്കുക. സ്ക്രീൻ ചെറുതായിരിക്കും, ബാക്കി സാധനങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ സ്ക്രീനെക്സ് പിന്നെ ഈ മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയാണ് നമ്മൾ അവസാനത്തെ ആ ഒരു നമ്മുടെ ഒരു സസ്പെൻസ് ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 1 ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ നമ്മുടെ സൗത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഏത് തിയേറ്റർ ആണെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോയമ്പത്തൂരിന്റെ കാര്യം പറയുവാണെങ്കിൽ സിംഗിൾ ലേസർ പ്രൊജക്ഷൻ ആണ്, സിംഗിൾ പ്രൊജക്ടറാണ് വരുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ഐമാക്സ് തിയേറ്റർ ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ട്രൂ ഐമാക്സ് തിയേറ്റർ ആയിരുന്നു. പക്ഷേ ഞാൻ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു തിയേറ്റർ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ പിന്നീട് ഗംഭീരമായിട്ടാണ് തിയേറ്റർ തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ അവതാരണ സമയത്തും പറഞ്ഞാണ്. ഏത് തിയേറ്റർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈദരാബാദിലുള്ള പ്രസാദ് മൾട്ടിപ്ലക്സ്. ഇപ്പോൾ സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ ആണ് ഈ ഒരു തിയേറ്ററിൻ്റെ, അതായത് 100 ഫീറ്റിന് മുകളിലാണ് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ലേസർ പ്രൊജക്ഷൻ ആണ്. അതും ഒരു പ്രൊജക്ടർ അല്ല, 2 പ്രൊജക്ടറാണ് ഒരേ സമയം വർക്ക് ചെയ്യുന്നത്. 4K ഡുവൽ പ്രൊജക്ഷൻ ആണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജ് നമ്മൾ നോക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഈ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ പ്രിഫർ ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രസാദ് മൾട്ടിപ്ലക്സിലെ ആ ഒരു സ്ക്രീനാണ്. അത് PC സ്ക്രീനാണ്, ഇപ്പോഴത്തെ 100 ഫീറ്റ് മുകളിലാണ്, P6 ആണ് ഇപ്പം റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് PC സ്ക്രീനാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂർ ഐമാക്സ് തിയേറ്റർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണ്. പിന്നെ നമ്മുടെ 2K ഡുവൽ ഐമാക്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് പ്രൈസ് നോക്കുക. ഒരു 500 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ 2Dക്ക് ഭയങ്കര നഷ്ടമുള്ള പരിപാടിയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ് എന്ത് വേണമെന്നുള്ളത്. പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേ അധികം ഗംഭീര 4K RGB ലേസർ പ്രൊജക്ഷൻ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ഉണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇന്നത് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും കുറേ നേരമായിട്ട് സംസാരിക്കില്ല, അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. യെസ്, അപ്പം ഏതാണ്ടൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. വയ്യ ഗൈസ്, ഞാൻ കുഴഞ്ഞു ഗൈസ്, ഒരു 3/4 മണിക്കൂറായിട്ട് ഞാൻ ഒറ്റ നിപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതുവരേക്കും ബൈ.